ചിരഞ്ജീവാ സ്നേഹസ്വരൂപാ ജഗദീശ ജീവസന്ധായക നമിക്കുന്നു കനിവോടെന്നും അനുഗ്രഹിക്കൂ ചിന്മയരൂപ ചിരഞ്ജീവാ ആയിരം വസന്തങ്ങൾ വിരിഞ്ഞാലും ആയിരം മഴവില്ല തെളിഞ്ഞാലും ആയിരം വസന്തങ്ങൾ വിരിഞ്ഞാലും ആയിരം മഴവില്ല തെളിഞ്ഞാലും നിതാന്ത സൗന്ദര്യമേ നിന്റെ മുന്നിൽ നിഷ്പ്രഭമല്ലോ ചരാചരങ്ങൾ നിതാന്ത സൗന്ദര്യമേ നിന്റെ മുന്നിൽ നിഷ്പ്രഭമല്ലോ ചരാചരങ്ങൾ ചിന്മയരൂപ ചിരഞ്ജീവാ പൂനിലാവളിരാവിൽ നിറയുമ്പോൾ പൂവുകൾ പുഞ്ചിരി പൊഴിക്കുമ്പോൾ പൂനിലാവളിരാവിൽ നിറയുമ്പോൾ പൂവുകൾ പുഞ്ചിരി പൊഴിക്കുമ്പോൾ സർഗാത്മ ചൈതന്യമേ നിന്നുടെ ശക്തിയെ വാഴ്ത്തുന്നു സർവ്വവും സർഗാത്മ ചൈതന്യമേ നിന്നുടെ ശക്തിയെ വാഴ്ത്തുന്നു സർവ്വമേ ചിന്മയരൂപ ചിരഞ്ജീവാ സ്നേഹസ്വരൂപ ജഗദീശ ജീവസന്ധായക നമിക്കുന്നു കനിവോടെന്നും അനുഗ്രഹിക്കൂ ചിന്മയരൂപ ചിരഞ്ജീവാ. പ്രിയപ്പെട്ടവരെ, 30 വർഷം മുമ്പ് ഈ സ്കൂളിൻ്റെ ഒരു സ്റ്റേജിലും കയറാത്ത ഞാൻ 30 വർഷത്തിന് ശേഷം കാലം നമ്മളെ കൊണ്ട് പലതും ചെയ്യിക്കുമെന്ന് പറയുന്നത് പോലെ ഈ സ്റ്റേജിൽ അന്ന് നമ്മൾ പേടിച്ച് നമ്മളുടെ അധ്യാപകരുടെ മുമ്പിൽ ഒരു സ്വാഗതം ആശംസിക്കാൻ, അവരെ സ്വാഗതം ആശംസിക്കുക എന്നുള്ള ദൗത്യം അത് ജോഷിയായിരുന്നു അതിൻ്റെ ഔദ്യോഗികമായിട്ട് ഉള്ളത്. പക്ഷെ ജോഷി അത് വളരെ വിദഗ്ധമായിട്ട്, ഈ ഗ്രൂപ്പിലെ ഏക അച്ഛൻ ഞാനാണ്, അതുകൊണ്ട് താങ്കൾ തന്നെ പറയണമെന്ന് പറഞ്ഞ് നിരന്തരമായി ശല്യപ്പെടുത്തിയതുകൊണ്ട് ഞാൻ പിന്നെ ജോഷിക്ക് വേണ്ടി ആ ദൗത്യം ഏറ്റെടുത്തതാണ്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ സ്കൂളിൽ നമ്മളൊക്കെ ഒത്തിരി ഓടി കളിച്ച് നടന്നതാണ്. പലരും അറിയാതെയും അറിഞ്ഞും സ്നേഹിച്ചും ഒത്തിരി സന്തോഷത്തോടെ നമ്മളിവിടെ ജീവിച്ച് കടന്നുപോയവരാണ്. വീണ്ടും ഒരു 30 വർഷങ്ങൾക്ക് ശേഷം ഒത്തിരി മാറ്റങ്ങളോടുകൂടി, കാരണം പരസ്പരം കണ്ടാൽ അറിയാൻ പറ്റാത്ത വിധം മാറിപ്പോയി നമ്മളൊക്കെ ഒത്തിരി. കാരണം എന്നോട് ഒത്തിരി പേര് പറഞ്ഞു എന്നെ ഒരു പരിചയവും ഇല്ലാതെ, കാരണം ഞാൻ ഈ സ്കൂളിൽ അത്ര ഫേമസ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് എന്നെ പരിചയപ്പെടാൻ, കാരണം നമ്മൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റായിട്ട് ഇവിടെ കടന്നു പോയതാണ്. അപ്പം തീരെ പുറകിലുമല്ല ഒത്തിരി മുന്നിലും അല്ലാത്തത് കൊണ്ട് നമ്മളെ ഈ മിഡിൽ ക്ലാസ്സിനെ അങ്ങനെ അധികം ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ കടന്നുപോയ ഭൂരിപക്ഷത്തിലെ ഒരു മെമ്പറാണ് ഞാൻ. കാരണം അങ്ങനെയാണല്ലോ, അവരാണല്ലോ കൂടുതൽ, കാരണം ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നതാണല്ലോ കൂടുതൽ. അപ്പോൾ അതിൻ്റെ ഒരു അംഗമാണ് ഞാൻ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കാൻ. ഈ സ്വാഗതം ഞാൻ എല്ലാവർക്കും വേണ്ടി, ഇവരെ എല്ലാവരെയും പ്രതികരിച്ച് ഞാൻ ഈ കർമ്മം നിർവഹിക്കുകയാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവകയിലെ കൊച്ചച്ഛനായ അനീഷച്ചനെ, ആൽബിനച്ചനെ പ്രത്യേകമായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മളുടെ ടീച്ചേഴ്സിനെ
നമ്മൾ പ്രത്യേകമായിട്ട് ഓരോരുത്തരെ പേരെടുത്ത് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർ ഒരു കാലത്ത് നമ്മുടെ ആരൊക്കെയോ ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ ആരൊക്കെയോ ആയിരിക്കുന്നത്. കാരണം അവർ നമ്മളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ നമ്മളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ കാർന്നവന്മാരെ നമ്മൾ സ്വാഗതം ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സാഹസത്തേക്ക് കിടക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സിനും, നമ്മുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഇവരെ നമ്മളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും, കാരണം നമ്മളിവിടെ സഹോദരങ്ങളെ പോലെ ജീവിച്ച് കടന്നുപോയവരാണ്. ഇനിയും കാരണം നമ്മൾ കണ്ടുമുട്ടുമ്പോഴാണ് നമുക്കെന്തൊക്കെയോ മിസ്സായി പോകുന്നു എന്ന് തോന്നുന്നത്. കാരണം കൂടുതൽ നേരത്തെ അറിയേണ്ടതായിരുന്നു. എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൻ്റെ പല വഴികളിലുള്ള യാത്രകളിൽ നമ്മൾ പലപ്പോഴും നമ്മൾക്ക് തിരിഞ്ഞു നോക്കാനുള്ള സമയം ഇപ്പം തുടങ്ങുന്നു. കാരണം നമ്മുടെ തലമുടി പോയി, നരച്ചു, പ്രായമായി, നമ്മളുടെ പലരുടെയും മക്കളൊക്കെ നമ്മുടെയൊക്കെ സ്ഥാനം ഏറ്റെടുത്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ പഴയ കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ആ ഓർമ്മകൾ ഒരു വട്ടം കൂടി, ഞാൻ പാട്ട് പാടാൻ അറിയാവുന്ന ആൽബിനെയൊക്കെ തിരിച്ചു വരാനുള്ളൊരു മോഹം, അപ്പോൾ അത് ഒത്തിരി നല്ലതാണ്. അതുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഗതം ആശംസിക്കാം. നിർത്തട്ടെ. നന്ദി. അടുത്തതായി ഗുരുക്കന്മാരെ ആദരിക്കൽ. അധ്യക്ഷൻ ഫാദർ ആൽവിൻ, ആദരണീയരായ ഗുരുജനങ്ങളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പള്ളിക്കൂടം കൂട്ടുകാരെ, ഞാൻ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും കാണാതിരുന്നൊരു നിമിഷമാണ്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ തന്നെ എന്നെ ഞാനാക്കി മാറ്റിയ ഈ പള്ളിക്കൂടം, കളിച്ചും ചിരിച്ചും എന്നോടൊപ്പം ഒന്നിച്ചു നടന്ന എൻ്റെ കൂട്ടുകാർ, അക്ഷരവും നമ്മുടെ ജീവിതമാർഗവും എല്ലാം നമ്മളെ പഠിപ്പിച്ചു തന്ന ഗുരുനാഥന്മാർ, ഇവരുടെയൊക്കെ മുമ്പിൽ 30 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി നിൽക്കുകയാണ്. ഈ സന്തോഷം എത്രയുണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഈ പണികൾ ഒരിക്കൽ കൂടി കടന്നു കയറിയപ്പോൾ, ഈ സ്കൂൾ അന്തരീക്ഷത്തിൽ ഒരിക്കൽ കൂടി നിന്നപ്പോൾ ഉണ്ടായ വികാരം എനിക്ക് പ്രകടിപ്പിക്കാൻ വയ്യ. ഞാൻ ശരിക്കും 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പള്ളി കയറി ഈ ക്ലാസ് റൂമിലേക്ക് ഒന്നുകൂടി വരുന്നത്. ഈ കൂട്ടായ്മ ജീനി രഹന തുടങ്ങി വെച്ച് ബാക്കി എല്ലാവരും ഏറ്റെടുത്ത് ഇത്ര പെട്ടെന്ന് ഒരു കൂടിച്ചേരലിൽ എത്തിച്ചേരുമെന്ന് വിചാരിച്ചതല്ല. ആ കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി. ഗെറ്റുഗതറും കൂട്ടായ്മയൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് കൂട്ടായ്മ, ഓഫീസ് കൂട്ടായ്മ, അങ്ങനെ പല കൂട്ടായ്മകളുമുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ ഹൃദയത്തോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്നു. കാരണം ഇവിടെ നമുക്ക് യാതൊരു വലിപ്പച്ചെറുപ്പവും ഇല്ലാതെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മയിലേക്കുള്ള തിരിച്ചുപോക്കായി ഈ കൂട്ടായ്മ നിൽക്കുകയാണ്.
എനിക്ക് തോന്നുന്നില്ല അതുപോലൊരു കൂട്ടായ്മ ഏത് കെട്ടിക്കൂടുതലിലും പോയിട്ടുണ്ടെങ്കിലും ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അനുഭവപ്പെടുന്നത്. ആ നല്ല കാലത്തെ എനിക്കൊന്ന് എത്രയോ മധുരതരമാക്കി തീർത്തത് നമ്മുടെ അധ്യാപകരാണ്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ് പറയുന്നത്. നമ്മുടെ തുടക്കം നന്നായാൽ നമ്മൾ പകുതി ജയിച്ചു എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യം എന്ന് പറയുന്നത് ആ 10 വർഷമാണ്. ആ 10 വർഷം നമ്മളെ പഠിപ്പിച്ച, നമ്മളെ ശാസിച്ച, നമ്മളെ നേർവഴിക്ക് നയിച്ച ഈ ഗുരുക്കന്മാർക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അവരുടെ പാദങ്ങൾ തൊട്ട് പ്രണാമം. ഇനി മറന്നു തുടങ്ങിയ ഓർമ്മകളെല്ലാം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ അവസരം തന്ന പള്ളിക്കൂടം കൂട്ടായ്മ, അതിന് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹം ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളിപ്പോഴും ഞങ്ങൾക്ക് വിദ്യാർത്ഥികളാണ്. 30 വർഷം എന്ന് പറഞ്ഞാൽ അടുത്ത 2 മാസം കൂടെ കഴിയുമ്പം 31 വർഷമാകും. 91 ബാച്ചാണ്. മാർച്ച് ആകുമ്പോഴേക്കും 31 വർഷമാകും. ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെല്ലാവരെയും വിളിച്ചതിന് നിങ്ങൾക്ക് ആദ്യമായി ഞങ്ങൾ നന്ദി പറയുന്നു. പലരെയും കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ, പക്ഷേ ഇവിടെ അടുത്തുള്ളവരെ മാത്രമേ കാണാറുള്ളൂ, ദൂരെയുള്ളവരെ കാണാറില്ല. പലരുടെയും മുഖങ്ങൾ ഓർത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു, പേര് ഓർക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു. നീണ്ട ഒരു കാലഘട്ടമാണ്. ഈ ആലുമിനി അസോസിയേഷന് ഇങ്ങനെ കൂടുന്നത്, അല്ലെ ആലുമിനി മീറ്റിംഗ് കൂടുന്നത്, നമ്മുടെ ആ പഴയ ജീവിതത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് അയവിറക്കുന്നതിന് വളരെ ഗുണകരമായിട്ട് സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ തന്നെ 1968 ബാച്ചിൽ ഞാനിവിടെ പഠിച്ചിരുന്ന ആളാണ്. ഞങ്ങൾ 2018 50ാമത്തെ വർഷം ഒരു മീറ്റിംഗ് ഇവിടെ കൂടിയിരുന്നു. അന്ന് ഏതാണ്ട് 140 പേര് SSLC ബാച്ചിലുണ്ടായിരുന്നു. അതിൽ ഏകദേശം 115 പേരോളം വന്ന് വരുത്തുവാനായിട്ട് സാധിച്ചു. വളരെ പുറത്തുള്ളവരും ഒഴികെ, അമേരിക്കയിലൊക്കെ ഉള്ളവരൊഴികെ ബാക്കി എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഒത്തിരി പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അവരെ എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കൂട്ടാനായിട്ട് സാധിച്ചത്. പിന്നീട് 96 ബാച്ചിലെ ഒരു ആലുമിനി മീറ്റിംഗ് കൂടിയായിരുന്നു ഇവിടെ, 25 വർഷത്തിൻ്റെ വെച്ച്. അതിലധികം പേരൊന്നും വന്നിരുന്നില്ല, കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത് ഞങ്ങളുടെ 50ാമത്തെ വാർഷികം നടത്തിയപ്പോഴാണ്. 50ാം വർഷത്തിൻ്റെ ആലുമിനി മീറ്റിങ്ങിലാണ്. ഈ ആലുമിനി മീറ്റിങ്ങുകളൊക്കെ നമ്മൾ കൂടുമ്പോൾ, പ്രത്യേകിച്ച് കോളേജിലും മറ്റ് പല സ്ഥാപനങ്ങളിലും ഉണ്ട്. ബാച്ച് തിരിച്ചാണ് കോളേജുകളിലൊക്കെ ഇപ്പോൾ കൂടുന്നത്. പൊതുവായിട്ടുള്ള ആലുമിനി മീറ്റിംഗ് ഒന്നും അല്ലായിരിക്കും. ഏതായാലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്, ആ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത് സ്കൂൾ ജീവിതകാലമാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവവും സ്കൂൾ ജീവിതമാണ്. ആ സ്കൂൾ ജീവിതത്തിലേക്ക് ഉള്ള ഒരു തിരിച്ച് ഉള്ള ഒരു എത്തിനോട്ടം, ഒരു നൊസ്റ്റാൾജിയ, ഒരു ഗ്രഹാതുരത്വ സ്മരണയോടുകൂടി ആ ക്ലാസ് മുറിയിൽ ആ ബെഞ്ചിലൊക്കെ വന്നിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇങ്ങനെയൊരു അതിന് സഹായകരമാണ് ഈ ആലുമിനി മീറ്റ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും കാണുന്നത് ഞങ്ങൾ അധ്യാപകർക്കൊക്കെ വളരെ സന്തോഷകരമായ കാര്യമാണ്. പോയ വിദ്യാർത്ഥികൾ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ പള്ളിയിലെ പെരുന്നാളിന് 8 മണിക്കത്തെ കുർബാനയ്ക്കാണ് വന്നത്. 4 അച്ഛന്മാർ ചേർന്നാണ് കുർബാന നടത്തിയത്. ഈ 4 പേരെയും ഞങ്ങൾ പഠിപ്പിച്ചതാണ്, ഞാൻ പഠിപ്പിച്ചതാണെന്നുള്ള ഒരു സന്തോഷകരമായ കാര്യമായിട്ട് എനിക്ക് എൻ്റെ മനസ്സിലൂടെ അന്നേരം കടന്നുപോയി. ഇപ്പോൾ ഇവിടെ വന്നത് ഫാദർ ജോജോ വർഗീസ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ്. വീട്ടുപേര് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആളിനെ പിടികിട്ടിയത് തന്നെ. അച്ഛൻ്റെ പുത്തൻ കുർബാനയ്ക്ക് വന്നത് കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ ആദ്യം കാണുന്നതാണ്. ഇപ്പോൾ പിന്നീട് കണ്ടിട്ടില്ല. അപ്പോൾ തമിഴ്നാട്ടിലെ തേനിയിലാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പലരെയും കാണുന്നതിനും സമൂഹത്തിൻ്റെ പല മേഖലകളിലായിട്ട് പലതരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവർ, സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നവർ, അങ്ങനെയുള്ള ഓരോരുത്തരെയും കണ്ടെത്തുക എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷകരമായ കാര്യമാണ്. ആ സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും
ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുകയാണ്. 2022 പുതുവത്സരാശംസകൾ എല്ലാവർക്കും നേരുന്നു. അവരുടെ ജീവിതത്തിൽ ഇനിയുള്ള കാലങ്ങളിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഇവിടെ പറഞ്ഞതുപോലെ ഏതാണ്ട് 30-31 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബാച്ചിൻ്റെ ഒത്തുചേരലാണ് ഇവിടെ ഇപ്പം നടക്കുക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് 10ാം ക്ലാസ് 3 ഡിവിഷനാണ് ഉണ്ടായിരുന്നത്. ABC 3 ഡിവിഷനും കൂടി ഏതാണ്ട് 100-120 പിള്ളേരുണ്ടായിരുന്നു കുട്ടികൾ. ഇവിടെ ഇപ്പോൾ അതിലെത്ര പേരെ സന്നിഹിതർ ഞാൻ പറയുന്നുണ്ട്. കാരണം പലരും വിദേശത്തായിരിക്കാം, പലരും നാട്ടിലില്ലായിരിക്കാം. എന്തായാലും നിങ്ങളെല്ലാം ഇത്രയും പേരെങ്കിലും ഒന്നിച്ചുകൂടി ഈ തിരുമുറ്റത്തെത്തുവാനുള്ള ആ പഴയ ഓർമ്മ പുതുക്കാൻ ഒന്നിച്ചു കൂടുതൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതും പ്രത്യേകിച്ച് പുതുവത്സര പുലരിയുടെ പിറ്റേന്ന് തന്നെ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചത് ഏറ്റവും നന്നായി. ഞാനതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായി പുതുവത്സരത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ. പലപ്പോഴും നിങ്ങളെ ഈ സ്കൂൾ ബാബു സാർ പറഞ്ഞതുപോലെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും ഒരു മാർഗനിർദ്ദേശം നൽകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എന്തായി തീരണമെന്ന്, ഭാവിയിൽ എവിടെ എത്തണമെന്ന് ഞങ്ങൾക്ക് ഒരു ബോധ്യം ലഭിക്കുന്നത് ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ്. അതിൻ്റെ ചുവട് പഠിച്ച് നിങ്ങളിവിടെ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ ക്ലാസ്സുകളിലൂടെ കടന്നു വന്നു. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ തമ്മിൽ ഒരുപക്ഷെ ക്ലാസ്സിലെ ഒരു സ്നേഹബന്ധം, ചിലപ്പം അല്ലറ പിണക്കങ്ങൾ, സൗന്ദര്യപ്പിണക്കങ്ങൾ, ഇതെല്ലാം ഉണ്ടായാലും അവസാനം സ്കൂൾ വിട്ട് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സന്തോഷത്തോടെ പോകുന്ന ഒരു സന്ദർഭം ഞാൻ കാണുകയാണ്. അങ്ങനെ ഭാവിയിലെ വിധാതാക്കളാക്കി മാറ്റി നിങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പുതിയ മാനങ്ങൾ കണ്ടെത്തുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലരെയും ഞാനിപ്പം പേഴ്സണലായിട്ട് പേരാരുടെ ഓർക്കുന്നില്ലെങ്കിലും ഇവിടെ വന്നതിന് ശേഷം പലരുമായിട്ട് പരിചയപ്പെട്ട് പേര് പറഞ്ഞു വന്നപ്പോൾ എല്ലാവരും ഓർത്തു. പലരും പല ലെവലിലെത്തി, ജീവിതത്തിൻ്റെ പല തുറകളിലെത്തി. ചിലർ അധ്യാപകരായി തീർന്നുണ്ട്, മറ്റുള്ളവർ ഫോണിൽ പോയിട്ടുണ്ട്, അതുപോലെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽമാരായിട്ടുള്ളവരുണ്ട്. ഇങ്ങനെ ഓരോരോ ജീവിത തുറകളിൽ നിങ്ങൾ എത്തിയെന്ന് അറിയുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരായ ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതെന്ന് അത് അനുഭവിച്ചാലേ പറയാൻ പറ്റും. ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി ഇന്ന നിലയിലെത്തി എന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയണമെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടാവണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപക്ഷെ മുക്കാലും പേർക്ക് അറിയാമായിരിക്കാം, പണ്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ MD ആയിരുന്ന വിജയ് കുര്യൻ IAS. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും ആ പേരിൻ്റെ. എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് എന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. ഞാൻ ഇംഗ്ലീഷ് മീഡിയം നീലൂർ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അവിടെ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചൊരു പ്രഗത്ഭനായ കുട്ടിയാണ്.
അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ഞങ്ങൾക്കത് വലിയ അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. അഭിമാനത്തോടു കൂടി അതിനെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങളെല്ലാം ഒരു നല്ല നിലയിൽ ചേരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നത് മറ്റൊരു കാര്യമാണ്. അന്നുണ്ടായിരുന്ന കുട്ടികളിൽ ഇന്ന് വിട്ടുപിരിഞ്ഞു പോയവരാരെങ്കിലും ഉണ്ടോ? നമ്മളെ വേർവിട്ട് പോയവരാരെങ്കിലും ഉണ്ടോ? കുമിതാഭായി മരണം മൂലം വേർപെട്ട് പോയി. നിങ്ങളുടെ സുഹൃത്താണ്. ആ സുഹൃത്തിനെ ഞാനൊന്ന് അനുസ്മരിക്കുകയാണ് ഇപ്പോൾ. ആയിരുന്നു എന്നെനിക്ക് അഭിപ്രായമുണ്ട്. അതുപോലെ വെട്ടിപിരിഞ്ഞുമായ നിങ്ങളെ പഠിപ്പിച്ച ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പല അധ്യാപകരും ഇന്നില്ല. അവരെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അവസാനമായി ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കി ഞങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ച് ആദരിക്കാൻ നിങ്ങൾ കാണിച്ച ആ സന്മനസ്സിനും സ്നേഹത്തിനും ഔദാര്യത്തിനും എല്ലാം 100 നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകളെ ഊർന്നു. അധ്യാപകരെ, ഞങ്ങളുടെ ശിഷ്യഗണങ്ങളായിട്ട് എത്തിയിരിക്കുന്ന എല്ലാ കുട്ടികളെ എങ്ങനെ പറയാൻ പറ്റും, കുട്ടികളെ എനിക്ക് തന്നെ പറയാൻ പറ്റുന്നത്. എല്ലാവർക്കും നമ്മൾ മനോഭാവം നമുക്ക് അറിയാം. ഇത്രയും വർഷം 32 വർഷത്തോളം ഈ സ്കൂളിൽ നിന്ന് പിരിഞ്ഞിട്ട് ആയിട്ടുണ്ട്. അതിനിടയിൽ ഒരുത്തരെ പോലും കാണാതെ ഇരിക്കുമോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാത്തവർ കൂടുതലുണ്ട്, കണ്ടിട്ടുള്ളവരുടെ കൂടുതലുണ്ട്. അത് നമുക്കറിയാം. അന്നത്തെ 4 ബാച്ച് ഇല്ലേ, 3 ബാച്ച് 160ഓളം ഉള്ള കുട്ടികൾ പഠിച്ചിരുന്നു. അതിൽ കുറച്ച് പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ 1 or 2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവർക്കും മിഠായി സ്വീകരിക്കുകയാണ്. ഏതായാലും ഞാനിവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് 1976 മുതലാണ്. എൻ്റെ പൊതുവിദ്യാലയം വളരെ സന്തോഷത്തോടുകൂടി ആ 76 ഓഗസ്റ്റ് 3-ാം തീയതി എൻ്റെ ഗുരുബോധന്മാരുടെ അടുക്കിലേക്ക് ഒരു സഹപ്രവർത്തകനായി വരിക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ആത്മനിർവൃതി എന്ന് പറയുന്നത്, ആ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. അതുപോലെ തന്നെ ഒരു ശിഷ്യനായിട്ടില്ലാണ്ട് ഒരു സഹപ്രവർത്തക നിലയിൽ അധ്യാപകൻ എന്നെ കാണുകയും അതനുസരിച്ച് 96 വരെ ഈ സ്കൂളിൽ ഞാൻ അധ്യാപകനായിരുന്നു. അതിലൊരു വർഷമാണ് ഈ 91 എന്ന് പറയുന്നത്. ഏതായാലും ഞാൻ കൂടുതലായിട്ട് നിർദ്ദേശിച്ചതില്ല. നിങ്ങളെ പറ്റി ഓരോരുത്തരെ പറ്റി ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. പറഞ്ഞതുകൊണ്ട് മാത്രമേ ഓരോരുത്തരും ചെറിയ ചെറിയ വിവരങ്ങൾ തരണം. നമുക്ക് സമയം ഇല്ലാന്നുള്ള ഓർക്കണം. എല്ലാവർക്കും പോകേണ്ടതാണ്. അതുകൊണ്ട് ടീച്ചേഴ്സ് എല്ലാവരും സംസാരിക്കണമെന്നുണ്ട്. ഏതായാലും നിങ്ങൾ ഈ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ 76 കഴിഞ്ഞുള്ള ഈ 91 വർഷം വരെ 91-ാം ആണ്ട് വരെ നോക്കിയിരുന്ന അത്രയും ആ 91-ാം വർഷം പഠിച്ച കുട്ടികൾ, 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ ആദരിക്കുവാനും നമ്മളോട് ഒത്തുകൂടാനും സാഹചര്യം ഒരുക്കി തന്ന ഞങ്ങൾ ഇന്നും അഭിനന്ദിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള കൂട്ടായ്മകൾ നിങ്ങൾക്ക് പരസ്പരമായാലും ഞങ്ങളെ ഒന്നും കൂടണമെന്നില്ല. പരസ്പരമായാലും ആണ്ടുതോറും ഒന്ന് കൂടുവോ അല്ലെങ്കിൽ സൗകര്യമുള്ളവർ 2 വർഷം കൂടുമ്പോഴോ ഒന്ന് കൂടി നമ്മുടെ ആ ഓരോരുത്തർ കാലഘട്ടത്തിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്നുള്ളതിന് ആ സംശയമില്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനി കൂടുമ്പോൾ
ഇതിനുള്ള കൂടുതൽ ആൾക്കാരെ, കൂടുതൽ കുട്ടികളെ നമ്മളിലേക്ക് നമ്മുടെ പങ്കാളിത്തത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. ഏതാണ്ട് 30-40 പേരെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളെ ക്ഷണിച്ച് ഞങ്ങൾ ആദരിച്ച് നമ്മുടെ ആ സമ്മേളനത്തിലേക്ക് ഞങ്ങളവിടെ വരികയാനും ഞങ്ങളെ ആദരിച്ചവരും ഒക്കെ ഞങ്ങൾ വളരെ നന്ദിയുണ്ട്. ഞാൻ അധികം തിരക്കില്ല നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറെ സ്നേഹം നിറഞ്ഞ അച്ഛ, അതിലേറെ സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, 1991 ബാച്ച് വിദ്യാർത്ഥിനികളെ, വില്യം ഷേക്സ്പിയറിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും സ്കൂളുകളിലൊക്കെ ആയിരുന്നു പഠിച്ചിട്ടുണ്ട്. വില്യം ഷേക്സ്പിയർ, അദ്ദേഹത്തിൻ്റെ എല്ലാ വാചകങ്ങളും വളരെ പ്രസിദ്ധമാണ്, സുന്ദരമാണ്. അതിൽ ഏറ്റവും സുന്ദരം 2 വാക്കുകളാണ്: കളക്ട് മൊമെൻറ്റ്സ്. നമ്മൾ നിമിഷങ്ങൾ പരമാവധി ശേഖരിച്ചു വരും. ബാക്കി നമ്മൾ ശേഖരിച്ച് വയ്ക്കുന്നതൊക്കെ നമ്മുടെ പക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ നമ്മൾ മൊമെൻറ്റ്സ്, നിമിഷങ്ങൾ പരമാവധി ശേഖരിച്ചു വരും. ഇന്ന് ഇതൊരു നിമിഷമാണ്. ഇത് നിങ്ങളിനി എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾക്കൊരു സമ്പത്തായിട്ട് കൂടെ ഉണ്ടാകും. എനിക്ക് നിങ്ങൾ വിളിച്ചപ്പം ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഇതൊരു ബാച്ച് ഗാദറിംഗ് ആയിട്ട് മാത്രം ഒതുങ്ങിപ്പോകുമ്പോൾ, പക്ഷെ നിങ്ങളിങ്ങനെ അധ്യാപകരെയൊക്കെ കൂട്ടി വിളിക്കുന്നതൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലാണ് അതിന്. അപ്പം അതിന് ഞാൻ നിങ്ങളെ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുടെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു ബാച്ച് ഗ്യാതറിംഗ് പോലെ കൂടുന്നത് അതൊരു മൊമെൻ്റാണ്, ഒരു നിമിഷമാണ്. അത് നിങ്ങൾക്ക് ഇനി എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് അത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അധ്യാപകരെ പറ്റിയും കൂടി ഒരു 2 വാക്കുകൾ. ഈ അധ്യാപകർ ശരിക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കൊക്കെ നിറം പകർന്ന, നമ്മളെ വളർത്തിയ വലിയ മനുഷ്യരാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛനൊക്കെ അറിയാം, ഞാൻ പുത്തൻ കുർബാനയ്ക്ക് തലേ ദിവസം, നാളെ പുത്തൻ കുർബാനയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം നമ്മൾ വീട്ടിൽ നമ്മുടെ ബന്ധപ്പെട്ടവരുടെയൊക്കെ സ്തുതി മേടിച്ചിട്ടാണ് പിതാവിൻ്റെ കൂടെ അരമനയിലേക്ക് പോകുന്നൊരു ചടങ്ങുണ്ട്. ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ 17 പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിന് മുമ്പൊരു തീരുമാനമെടുത്തു. ഞങ്ങളെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകരെ ഞങ്ങൾ അന്നേ ദിവസം വീട്ടിൽ വിളിക്കും. അതിൽ ആരും മരിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ 17 പേരുടെയും 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് ജീവനോടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അവരെല്ലാവരെയും പോയി കണ്ടു. അന്നെല്ലാവരും എല്ലാവരുടെയും വീട്ടിൽ വന്നു. ഞങ്ങൾ ആദ്യം അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ സ്തുതി മേടിക്കുന്നതിന് മുമ്പ് ഈ അധ്യാപകരുടെ അനുഗ്രഹം മേടിച്ചാണ് ഞങ്ങൾ തുടങ്ങിയത്. അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഈ ലോകത്തിൽ ചെയ്യുന്നില്ല. നമുക്കൊക്കെ മോക്ഷം കിട്ടണമെങ്കിലും സ്വർഗത്തിൽ പോകണമെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങൾ ചെയ്താൽ മതി. ഇവരെ ബഹുമാനിക്കുകയും ഇവരെ മാക്സിമം നമ്മൾ അംഗീകരിക്കുകയൊക്കെ ചെയ്താൽ ആ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ സ്വർഗത്തിലേക്ക് മോക്ഷം പ്രാപിക്കും. അത്രമാത്രം പവർഫുള്ളാണ് ആ കാര്യങ്ങൾ. അപ്പം ആ നിമിഷമൊക്കെ അതാ ഞാൻ പറഞ്ഞത്, കളക്റ്റീവ് മൊമെൻറ്റ്സ് എൻ്റെ ജീവിതത്തിലെ ഒരു നിമിഷമാണ്. അതിൽ ഞാൻ എത്ര കാലം ജീവിച്ചു കഴിഞ്ഞാലും അതിങ്ങനെ എൻ്റെ ഉള്ളിൽ കിടക്കും. നമ്മൾ പരമാവധി നിമിഷങ്ങൾ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇനിയും വർഷങ്ങൾ കഴിയും തോറും കുറച്ചുകൂടി നിങ്ങളുടെ ബാച്ചുകാരെയൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ ഇനിയും കൂടണം. അധ്യാപകരെയൊക്കെ വിളിക്കണം, അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കണം. അങ്ങനെ നിങ്ങളുടെ ഈ കൂട്ടായ്മ എന്നും ഇനിയും നാളുകളിൽ കുറച്ചും കൂടി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ കൂടുതൽ ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും എല്ലാവർക്കും ഈശോ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് ആശംസകൾ, പ്രാർത്ഥനകൾ.
എൻ മനസ്സിൻ താഴ്വരയിൽ ശശികല നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല മഴവില്ലിൻ അഴകായി ഒരു നാളിൽ വരവായി ഏഴഴകൊള്ളൊരു തേരിൽ എന്റെ കായകൻ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ സഖിയായി വെരിമാറി കുളിരായി ഏഴു സ്വരങ്ങൾ പാടാൻ വന്നു ഗായകൻ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ നിതാന്തമാ തെളിമാനം പൂത്ത നിശീഥിനിയിൽ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ എൻ മനസ്സിൻ താഴ്വരയിൽ എൻ മനസ്സിൻ താഴ്വരയിൽ. വീണ്ടും ഈ ഗുരുക്കന്മാരുടെയും എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ മുൻപിൽ പാടാൻ അവസരം നൽകിയ എൻ്റെ ഈ പള്ളിക്കൂടും കൂട്ടുകാർക്കൊക്കെ വളരെ നന്ദി ഞാൻ അറിയിക്കുന്നു.